CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരുമയുടെ പെരുമയോടെ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസത്തെ സമ്പന്നമാക്കി മാപ്പിളക്കലകൾ. നിറഞ്ഞു കവിഞ്ഞ സദസ് ഒപ്പന മത്സരത്തെ കരഘോഷത്തോടെയാണ് വരവേറ്റത്. കോൽക്കളിയും വട്ടപ്പാട്ടും ഗസലും മികച്ചതായി. ഗോത്രകലകളും മികവ് പുലർത്തി. കല്ലടിക്കോട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ ദുരിതത്തിലായി കർഷകർ. 3 ഏക്കർ തുടിക്കോട് മണലി ഭാഗങ്ങളിലാണ് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്. വാഴ, തെങ്ങ്, കവുങ്ങ് എന്നിവ ഉൾപ്പെടെയുള്ള വിളകളാണ് ദിവസേന നശിപ്പിക്കപ്പെടുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നിന്നും കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി മത്സര രംഗത്തേക്ക്. 76 വയസ്സുള്ള ചക്കിയമ്മയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഒരുമയുടെ പെരുമയോടെ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസത്തെ സമ്പന്നമാക്കി മാപ്പിളക്കലകൾ. നിറഞ്ഞു കവിഞ്ഞ സദസ് ഒപ്പന മത്സരത്തെ കരഘോഷത്തോടെയാണ് വരവേറ്റത്. കോൽക്കളിയും വട്ടപ്പാട്ടും ഗസലും മികച്ചതായി. ഗോത്രകലകളും മികവ് പുലർത്തി. VMCയിലും ഗേൾസ് സ്കൂളിലുമായി നടന്ന കലാപൂരം കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. എല്ലാ ഇനങ്ങളിലും ഇഞ്ചോടിഞ്ചു മത്സരമാണ് നടന്നത്. അവസാന ദിവസമായ ശനിയാഴ്ച പുനഃക്രമീകരിച്ച പ്രകാരമായിരുന്നു ഇനങ്ങൾ വേദിയിൽ അരങ്ങേറിയത്. നിറഞ്ഞു കവിഞ്ഞ സദസ് ഒപ്പന മത്സരത്തെ കരഘോഷത്തോടെയാണ് വരവേറ്റത്. കോൽക്കളിയും വട്ടപ്പാട്ടും ഗസലും മികച്ചതായി. ആളും ആരവവും നിറഞ്ഞതായിരുന്നു കോൽക്കളി വേദി. ഗോത്രകലകളും മികവ് പുലർത്തി. ശനിയാഴ്ച രാത്രി ഏറെ വൈകിയും മത്സരങ്ങൾ നടന്നു. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിൽ HMI HSS മഞ്ചേരി 1ാം സ്ഥാനം കരസ്ഥമാക്കി. വാശിയേറിയ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് വിദ്യാർത്ഥികൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത്.
നാടൻപാട്ട് വേദിയിൽ രാത്രി ഏറെ വൈകിയും വിദ്യാർത്ഥികൾ ആവേശത്തോടെ പാടിത്തകർത്തു. കുടിമൂന്റെ വലം വച്ച് കേറണുണ്ടോള്, കുടിമൂന്റെ വലം വച്ച് കേറുന്ന മരുമാള്, കുടിമൂന്റെ വലം വച്ച് കേറണുണ്ടോള്, കുടിമൂന്റെ വലം വച്ച് കേറണ മരുമാള്, കുടിമൂന്റെ വലം വച്ച് കേറണുണ്ടോള്, കുടിമൂന്റെ വലം വച്ച് കേറുന്ന മരുമാള്, കുടിമൂന്റെ വലം വച്ച് കേറണുണ്ടോള്, കുടിമൂന്റെ വലം വച്ച് കേറണ മരുമാള്. ശക്തമായ മത്സരം നടന്ന ഈ വിഭാഗത്തിൽ മത്സരഫലം വന്നപ്പോൾ HMY HSS മഞ്ചേരിയുടെ പ്രകടനം വേറിട്ട് നിന്നു. സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വിജയികളായ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ഞങ്ങൾ HMY HSS സ്കൂളിൽ നിന്ന് വരുന്നത് ഭയങ്കര സന്തോഷത്തോടെയാണ്. ഇപ്പോ പ്രശാന്ത് സാറാണ്. സാർ അടിപൊളിയാണ്. സാറാണ് ഞങ്ങളെ ഇത്രയും നിലയ്ക്കെത്താൻ സാർ സഹായിച്ച്. 2 മാസം ഫസ്റ്റ് ടൈമാണ് സാറ് 2 മാസം അതിൽ വന്നിട്ട് ഇങ്ങനെ പഠിപ്പിച്ചത്. നാടൻപാട്ടിന്റെ തനിമ ചോരാതെ അവതരിപ്പിച്ച പ്രകടനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഇന്നലെ അവതരിപ്പിച്ച ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരത്തില് ഞങ്ങളൊരു നാടകം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വീരനാട്യം എന്നാണ് ആ നാടകത്തിന്റെ പേര്. ഇന്നത്തെ സമകാലീന ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ മാറ്റപ്പെടുന്നത്, നമ്മളറിയാതെ എങ്ങനെ ആ മാറ്റം സംഭവിക്കുന്നു എന്നതാണ് ആ നാടകത്തിലൂടെ നമ്മൾ അർത്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. തിരുവാതിരക്കളിയുടെ ഒരു തീമിലായിരുന്നു നാടകം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ തിരുവാതിരക്കളി എത്തി നിൽക്കുന്നത് ഇന്നത്തെ ദുഷ്പ്രഭുത്വത്തിൻ്റെയും അതുപോലെ തന്നെ ജാതി മേൽക്കോയ്മയുടെ ഒക്കെ എങ്ങനെയാണ് നമ്മളതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെയാണ് ആ നാടകമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരൊക്കെ വളരെ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് നമ്മുടെ ആ ഒരു നാടകം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. മികച്ച നടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1ാം സ്ഥാനത്തോടുകൂടി സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുകയുണ്ടായി. CCN പെരിന്തൽമണ്ണ. വെള്ളിനേഴി കാന്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം നവംബർ 26 ബുധനാഴ്ച കൊടിയേറി ഡിസംബർ 1 തിങ്കളാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കും. ക്ഷേത്രം തന്ത്രി അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവം നടക്കുന്നത്. 25-ാം തീയതി ശുദ്ധിയും 26-ാം തീയതി കൊടിയേറ്റവും തുടർന്ന് വിവിധ ദിവസങ്ങളിലെ കലാപരിപാടികളും ക്ഷേത്ര ആചാര കലകളും ഉണ്ടായിരിക്കുന്നത്. ഡിസംബർ 1 രാത്രിയോടുകൂടെ ഉത്സവത്തിന്റെ ചടങ്ങുകൾ അവസാനിക്കുന്നതാണ്. ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിലായി പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന നിരവധി കലാപരിപാടികൾ അരങ്ങേറും. നവംബർ 24-ന് നൃത്തസന്ധ്യ, ഗുരുവായൂർ ക്ഷേത്ര കലാനിലയം അവതരിപ്പിക്കുന്ന കൃഷ്ണനാട്ടം എന്നിവയാണ് ആദ്യ ദിനത്തിലെ പ്രധാന ഇനങ്ങൾ. 25-ന് നൃത്തോത്സവം നടക്കും. നവംബർ 26-ന് കൊടിയേറ്റ ദിവസം ഭരദ്വാജ് സുബ്രഹ്മണ്യത്തിന്റെ സംഗീത കച്ചേരി, തൃപ്പാദ തീർത്ഥം പുരസ്കാര സമർപ്പണം, കാന്തള്ളൂരപ്പനെ കുറിച്ചുള്ള ഭക്തിഗാനങ്ങളുടെ പ്രകാശനം, തുടർന്ന് കഥകളി എന്നിവ തിരുവരങ്ങിൽ ഉണ്ടായിരിക്കും. നവംബർ 27-ന് ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ് എന്നിവർ നയിക്കുന്ന തൃത്തായമ്പക എന്നിവ നടക്കും. 28-ന് ഉത്സവ ബലിനാളിൽ നൃത്തവിരുന്ന്, കുച്ചിപ്പുടി എന്നിവയ്ക്ക് ശേഷം തായമ്പക അരങ്ങേറും. നവംബർ 29 വലിയ വിളക്ക് ദിവസം മഞ്ചേരി ഹരിദാസിന്റെ തായമ്പകയും നന്ദഗോവിന്ദം ഭജൻസിന്റെ സാന്ദ്രാനന്ദലയം എന്നിവയും ഉണ്ടായിരിക്കും. 30-ന് പള്ളിവേട്ട ദിവസം കലാമണ്ഡലം മോഹനകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി പദക്കച്ചേരി, കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യം എന്നിവ ഉണ്ടായിരിക്കും. ഡിസംബർ 1-ന് ആറാട്ടു ദിവസം തിരുവാതിരക്കളി, ഭരതനാട്യ കച്ചേരി, കൂടിയാട്ടം എന്നിവയോടെ ഈ വർഷത്തെ ഉത്സവാഘോഷം സമാപിക്കും. ഉത്സവ നാളുകളിൽ നാദസ്വരം, മേളം, കേളി, പറ്റ്, അഷ്ടപതി, വിളക്കാചാരം, ഇടയ്ക്ക പ്രദക്ഷിണം തുടങ്ങിയ ചിട്ടയായ ചടങ്ങുകൾക്കൊപ്പം ഭക്തജനങ്ങൾക്ക് 3 നേരം അന്നദാനവും ഉണ്ടായിരിക്കും. 30-ാം തീയതി നവംബർ 30-ന് പള്ളിവേട്ട ദിവസം വൈകുന്നേരം കലാമണ്ഡലം മോഹനകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളിപ്പദ കച്ചേരി, തുടർന്ന് പള്ളിവേട്ടയ്ക്ക് കരിയന്നൂർ നാരായണൻ നമ്പൂതിരി അടങ്ങുന്ന പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യം എന്നിവ ഉണ്ടായിരിക്കും. ഡിസംബർ 1-ന് ആറാട്ട് ദിവസം തിരുവാതിരക്കളി, സരിത കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന ഭരതനാട്യ കച്ചേരി, നേപഥ്യ ശ്രീഹരി ചാക്യാർ നയിക്കുന്ന കൂടിയാട്ടം എന്നിവയാണ് ആറാട്ട് ദിവസത്തെ പരിപാടികൾ. അതോടുകൂടി ഈ വർഷത്തെ ഉത്സവാഘോഷം സമാപിക്കുന്നു. ഉത്സവ നാളുകളിൽ എല്ലാ ദിവസവും
നാദസ്വരം, മേളം, കേളി, പറ്റ, അഷ്ടപതി, വിളക്കാചാരം, ഇടയ്ക്ക പ്രദക്ഷിണം തുടങ്ങിയ ക്ഷേത്ര അടിയന്തര കലകൾ എല്ലാ ദിവസവും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും 3 നേരവും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് AM ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി വെള്ളിനേഴി ആനന്ദ്, ട്രഷറർ PP രഘുരാമൻ, വൈസ് പ്രസിഡന്റ് P രാമകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി P ഗോപിനാഥൻ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കല്ലടിക്കോട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ ദുരിതത്തിലായി കർഷകർ. 3 ഏക്കർ തുടിക്കോട് മണലി ഭാഗങ്ങളിലാണ് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്. വാഴ, തെങ്ങ്, കവുങ്ങ് എന്നിവ ഉൾപ്പെടെയുള്ള വിളകളാണ് ദിവസേന നശിപ്പിക്കപ്പെടുന്നത്. കരിമ്പ, 3 ഏക്കർ തുടിക്കോട്, മണലി, മൂശാരിപ്പറമ്പിലെ സോജന്റെ കൃഷിയിടത്തിലെ കവുങ്ങുകൾ കാട്ടാന പൂർണ്ണമായും നശിപ്പിച്ചു. രമേശിന്റെ ഉടമസ്ഥതയിലുള്ള കവുങ്ങുകളും വാഴകളും ആനക്കൂട്ടം നശിപ്പിച്ചു. ഏതാനും ദിവസം മുൻപ് തോമസിന്റെ വീട്ടുമുറ്റത്തെ കപ്പകൃഷി നശിപ്പിക്കുകയും സമീപത്തെ വാഴകൾ ചവിട്ടി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. 3 ഏക്കർ എടപ്പറമ്പ്, ചുള്ളിയാങ്കുളം ഭാഗത്തുകൂടെയാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ഫെൻസിംഗ് ഇല്ലാത്തതാണ് കാട്ടാനകൾ കൂട്ടമായി എത്താൻ പ്രധാന കാരണം. കാട്ടാന ശല്യം കാരണം പുതിയ കൃഷികൾ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കർഷകർ. പരാതി നൽകിയാൽ RRT സംഘമെത്തി ആനകളെ കാട്ടിലേക്ക് തിരികെ ഓടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ അടുത്ത ദിവസം തന്നെ കാട്ടാനകൾ വീണ്ടും കൃഷിസ്ഥലങ്ങളിൽ എത്തുന്നത് പതിവായിരിക്കുകയാണ്. സ്ഥിരമായൊരു പരിഹാരം ഉണ്ടാകണമെന്നും ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് അടിയന്തരമായി സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. CCN ചത്തല്ലൂർ. പതിറ്റാണ്ടുകളായി UDFന്റെ കോട്ടയായ തച്ചനാട്ടുകര പഞ്ചായത്തിൽ ലീഗ് വിമതർ മത്സരരംഗത്ത്. കോൺഗ്രസിന് നൽകിയിരുന്ന സീറ്റുകളിലാണ് ലീഗ് വിമതർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ഇതോടെ ഇരു പാർട്ടി നേതാക്കളും അനുനയ ചർച്ചകൾ ഊർജിതമാക്കി. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 15-ാം വാർഡായ ചെത്തല്ലൂർ തെക്കുമുറിയിൽ യൂത്ത് ലീഗ് നേതാവായ നിസാർ തെക്കുമുറിയാണ് വിമതനായി മത്സരിക്കുന്നത്. ഇതിനു പുറമെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ചെത്തല്ലൂർ ഡിവിഷനിൽ നിന്നും ഉനൈസ് ചെത്തല്ലൂരും വിമത സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട്. നിലവിൽ UDF ഭരിക്കുന്ന തച്ചനാട്ടുകര പഞ്ചായത്തിൽ വാർഡ് വിഭജനം വന്നപ്പോൾ 2 വാർഡുകൾ അധികമായി വന്നു. ഈ 2 വാർഡുകൾ തുല്യമായി വീതിക്കണമെന്ന് കോൺഗ്രസിന്റെ ആവശ്യം ലീഗ് അംഗീകരിക്കാതിരുന്നതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഈ തർക്കമാണ് വിമത നീക്കത്തിന് കാരണമായതെന്നാണ് സൂചന. വിമത സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയ നിസാറുമായും ഉനൈസുമായും ഉന്നത നേതാക്കൾ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവരുടെ വീടുകളിലെത്തിയാണ് നേതാക്കൾ അനുരഞ്ജന നീക്കങ്ങൾ നടത്തുന്നത്. CCN ചെത്തല്ലൂർ. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ 35ാമത് ചെർപ്പുളശ്ശേരി ഉപജില്ലാ സമ്മേളനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നു. സംഘടനയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗം CT ശ്രീജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമാണ് സർക്കാർ എല്ലാവർക്കും വീട്. അതേപോലെ തന്നെ എവിടെയാണ് കുറവൊക്കെ പരിഹരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയ 65,000 ആളുകളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്നതാണ്. പക്ഷെ അത് പറയുമ്പോൾ ചെറിയ പ്രയാസം പലർക്കും ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒന്നും വേണ്ടെന്നാ പറഞ്ഞല്ലേ? എന്ത് വേണ്ടെന്നാ പറഞ്ഞത്? കേരളത്തിലെ നാഷണൽ ഹൈവേ വേണ്ട. എങ്ങനെയാണ് നാഷണൽ ഹൈവേ രൂപപ്പെട്ടത്? ഉമ്മൻചാണ്ടിന്റെ കാലത്ത് വെച്ച പ്രപ്പോസൽ സ്ഥലം കിട്ടില്ലെന്ന് പറഞ്ഞപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റി അവരെ കേരളത്തിലെ ഓഫീസും കൂട്ടി, കൊച്ചിയിലെ ഓഫീസും കൂട്ടി താക്കോൽ അറബിക്കടലിൽ എന്നിട്ട് അവരെ പോക്കും. ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ ഒന്നും കിട്ടൂല. ഉപജില്ലാ പ്രസിഡന്റ് PR സുധ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ B രാജേഷ് സ്വാഗതം പറഞ്ഞു. രാജ്യത്തെ വലിയൊരു വിഭാഗം അധ്യാപകരുടെ ജോലി സ്ഥിരതയെ ആശങ്കയിലാക്കുന്ന ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ നിർവാഹക സമിതി അംഗം K വേണു സംഘടനാ റിപ്പോർട്ടും ഉപജില്ലാ സെക്രട്ടറി RT ബിജു പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. രശോബ് രക്തസാക്ഷി പ്രമേയവും രമ്യ PR അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഉപജില്ലാ ട്രഷറർ പ്രശോഭ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു.
പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. കെ പ്രേംകുമാർ MLA, കെ ജയദേവൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ജില്ലാ നിർവാഹക സമിതി അംഗങ്ങളായ ഗിരീഷ്, പ്രിയേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാഘവൻ, ഡോക്ടർ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ നിർവാഹക സമിതി അംഗം രാജേഷ് CV തിരഞ്ഞെടുപ്പ് ചുമതല നിർവഹിച്ചു. ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി അനൂപ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. PR സുധയെ പ്രസിഡന്റായും RT ബിജുവിനെ സെക്രട്ടറിയായും G പ്രശോഭിനെ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. CCN കടമ്പഴിപ്പുറം. കലാലയ ജീവിതത്തിൽ അപ്രതീക്ഷിതമായൊരു വിദേശയാത്ര അവസരം ലഭിച്ചതിന്റെ ആവേശത്തിലാണ് മണ്ണാർക്കാട് MES കല്ലടി കോളേജിലെ 9 വിദ്യാർത്ഥികൾ. ഇന്തോനേഷ്യയിലെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് മൊബിലിറ്റി പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി ഇവർ തിങ്കളാഴ്ച യാത്ര തിരിക്കും. ഇന്തോനേഷ്യയിലെ യൂനിസ്ബ സർവകലാശാലയിൽ നവംബർ 26 മുതൽ ഡിസംബർ 1 വരെ നടക്കുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് മൊബിലിറ്റി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനായി ഇവർ തിങ്കളാഴ്ച യാത്ര തിരിക്കും. MES കല്ലടി കോളേജും യൂനിസ്ബ സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്കാദമിക് പരിപാടി സംഘടിപ്പിക്കുന്നത്. യൂനിസ്ബ സർവകലാശാലയിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ സംയുക്തമായാണ് പ്രോഗ്രാം നടത്തുന്നത്. വിവിധ വിഷയങ്ങളിലുള്ള അക്കാദമിക് സെക്ഷനുകൾ, ദുരന്ത നിവാരണ പരിശീലനം, സംവാദങ്ങൾ, സൗഹൃദ കായിക മത്സരങ്ങൾ തുടങ്ങിയവ മൊബിലിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായി നടക്കും. ഇതിന് തുടർച്ചയായിട്ട് ഇന്തോനേഷ്യയിലുള്ള കുട്ടികൾ ഇതേപോലെ ഒരു സ്റ്റുഡൻറ് മൊബിലിറ്റി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കല്ലടി കോളേജിലേക്ക് വരും. അത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർ പോകുന്നത് അവിടെ പ്രധാനമായിട്ട് അവരുടെ കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് പറഞ്ഞാൽ അവിടുത്തെ ഫാക്കൽറ്റി ഓഫ് എഞ്ചിനീയറിംഗും ഫാക്കൽറ്റി ഓഫ് മെഡിസിനുമാണ് ഇവരുടെ ഈ സ്റ്റുഡൻറ് മൊബിലിറ്റി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ വിവിധ അക്കാഡമിക് സെഷൻസിൽ അവർ അറ്റൻഡ് ചെയ്യും. 5 ദിവസമാണ് അവരുടെ തിങ്കളാഴ്ച പുറപ്പെടുന്നു, 24-ന് പുറപ്പെടുന്നു, 26 മുതലാണ് അവരുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. 26 മുതൽ ഡിസംബർ 1 വരെ, നവംബർ 26 മുതൽ ഡിസംബർ 1 വരെയാണ് പ്രോഗ്രാം നടക്കുന്നത്. അതിൽ ഈ 2 ഫാക്കൽറ്റികൾ, എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റി അതുപോലെ മെഡിക്കൽ ഫാക്കൽറ്റിയാണ് പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ ഫാക്കൽറ്റി പ്രധാനമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് സെഷൻസ് ഉണ്ട്. അതിനൊപ്പം വളരെ വ്യത്യസ്തമായിട്ട് ഇന്തോനേഷ്യ നമുക്കറിയാം, ഈ പറഞ്ഞ ഒരു ഡിസാസ്റ്ററുകളുടെ പ്രത്യേകിച്ചും നാച്ചുറൽ കലാമിറ്റീസിൻ്റെ ഒരു സ്ഥലമാണല്ലോ ഇന്തോനേഷ്യ. അതുകൊണ്ട് അവർ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊരു ട്രെയിനിങ് ആണ് ഈ മെഡിക്കൽ ഫാക്കൽറ്റി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു 2 ദിവസം അവർ പുറമേ തന്നെയാണ് ശരിക്കും ഒരു ടെൻ്റൊക്കെ കെട്ടിയിട്ട് പുറത്ത് താമസിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനമാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C രാജേഷ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ TK ജലീൽ, IQAC കോർഡിനേറ്റർ ഡോക്ടർ P മുഹമ്മദ് റാഫി, ഡോക്ടർ T സൈനുൽ ആബിദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് സെന്റ് ജെയിംസ് റോമൻ കാത്തലിക് ഫെറോന പള്ളിയിൽ 12ാമത് ഊട്ടുതിരുനാളിന് ഞായറാഴ്ച തുടക്കമാകും. നവംബർ 23 മുതൽ 25 വരെ 3 ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുക. മണ്ണാർക്കാട് സെന്റ് ജെയിംസ് ദേവാലയത്തിൽ മലയോര മേഖലയുടെ മധ്യസ്ഥനും അത്ഭുത പ്രവർത്തനുമായ പാതുവായിലെ വിശുദ്ധ അന്തോണിയുടെ 12ാമത് ഊട്ടുതിരുനാൾ നമ്മൾ ഈ മാസം 25-ാം തീയതി ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ ആഘോഷ ദിവസത്തിൽ അല്ലെങ്കിൽ ഈ തിരുനാൾ ദിവസത്തിലെ എല്ലാ തിരുക്കർമ്മങ്ങളിലേക്കും അതിനുശേഷമുള്ള ഊട്ടുതിരുനാളിലേക്കും നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. തിരുനാൾ ചടങ്ങുകളും മറ്റു പരിപാടികളും അടുത്ത ദിവസങ്ങളിൽ പള്ളിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നവംബർ 23 മുതൽ 25 വരെ 3 ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷങ്ങൾ നടക്കുക. CCN മണ്ണാർക്കാട്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ 33 ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24 ആകെ ലഭിച്ച 285 നാമനിർദ്ദേശ പത്രികകളും സൂക്ഷ്മ പരിശോധനയിൽ സ്വീകരിച്ചു. ഈ പത്രികകൾ സമർപ്പിച്ചത് 182 സ്ഥാനാർത്ഥികളാണ്. ജില്ലാ കളക്ടറും വരണാധികാരിയുമായ VR വിനോദാണ് സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയത്. ജില്ലാ പഞ്ചായത്ത് ഉപവരണാധികാരി NM മെഹ്റലിയും മറ്റുദ്യോഗസ്ഥരും സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24 അതിനുശേഷമാകും മത്സരരംഗത്തെ അന്തിമ ചിത്രം വ്യക്തമാവുക. CCN മലപ്പുറം. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ BJP സ്ഥാനാർത്ഥികൾ പെരിന്തൽമണ്ണ വ്യവസായ വകുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു. എല്ലാ വാർഡുകളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നേതാക്കൾ പ്രകടിപ്പിച്ചു.
പഞ്ചായത്തിലെ ആകെ 9 വാർഡുകളിലാണ് BJP മത്സര രംഗത്തുള്ളതെന്ന് സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ അറിയിച്ചു. എല്ലാ വാർഡുകളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നേതാക്കൾ പ്രകടിപ്പിച്ചു. 9ഓളം വാർഡുകളിലാണ് BJP പ്രാവശ്യം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ബ്ലോക്ക് പഞ്ചായത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ഡിവിഷനിലേക്കും ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നിന്നാണ് സ്ഥാനാർത്ഥിയെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ശക്തമായ മത്സരം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ BJP ഇപ്രാവശ്യം കാഴ്ചവെക്കും. ചില വാർഡുകളിൽ നിർണായക ശക്തിയാവും BJP. പ്രത്യേകിച്ച് 12ാം വാർഡ്, അതുപോലെ തന്നെ വാഴയങ്കട, അതുപോലെ മണലായ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ പത്രികാ സമർപ്പണം വിജയകരമായി പൂർത്തിയായതായും BJP നേതൃത്വം അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് കൂമ്പമ്പാറ കണക്കഞ്ചേരി സെയ്തലവി ഹാജി നഗറിൽ അൽ ഖൈർ ഫൗണ്ടേഷൻ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സഹ്റാബദുൽ ഗേൾസ് ഹിഫ്ലുൽ ഖുർആൻ കോളേജിനായി പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. കോളേജ് മുഖ്യ രക്ഷാധികാരി OMS ഇസ്മായിൽ ഇമ്പിച്ചിക്കോയ തങ്ങൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കോളേജ് ചെയർമാൻ OMS തങ്ങൾ നിസാമി മേലാറ്റൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. OMS മുസ്തഫ പൂക്കോയ തങ്ങൾ, OMS സൈനുൽ ആബിദീൻ തങ്ങൾ സെഞ്ചുറി, OMS ഹാരിസ് തങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നിന്നും കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി മത്സരരംഗത്തേക്ക്. 76 വയസ്സുള്ള ചക്കിയമ്മയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വേറെയുള്ള പാർട്ടിക്കാർക്കൊക്കെ മുന്നിൽ ചക്കി നടന്ന് ഞാൻ നടന്ന് ഇൻകിലാവ് വിളിക്കാൻ വേണം, ഇന്നെ ആരും സഹായിക്കൂല, എനിക്ക് മെമ്പർ ഈ സ്ഥാനാർത്ഥിത്വം തരൂല, അപ്പൊ സ്വതന്ത്രമായിട്ട് നിന്നതാ. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ 21ാം വാർഡ് ഈസ്റ്റ് മണലായിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് 76 വയസ്സുള്ള തവയിൽ വീട്ടിൽ ചക്കി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സ്ഥാനാർത്ഥിയാകണമെന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലം മുതലുള്ള തന്റെ ആഗ്രഹമായിരുന്നുവെന്നും ഇത് 2ാം തവണയാണ് താൻ മത്സരത്തിനിറങ്ങുന്നതെന്നും ചക്കിയമ്മ പറയുന്നു. ഈ പഞ്ചായത്തിലെന്ന് പഞ്ചായത്തിൽ കയറി ഇറങ്ങൽ തുടങ്ങിയതാ. പക്ഷെ ഇതുവരെയൊന്നും മോഹം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോഹം ഉണ്ടായി, ഒന്ന് കയറി ഇറങ്ങണം, ഒരു മെമ്പർ ആവണമെന്ന്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നു, പക്ഷെ തോറ്റു. ഇപ്രാവശ്യവും ഞാൻ നിൽക്കുന്നുണ്ട്. ഈ പഞ്ചായത്തിലെ ആദ്യ പ്രസിഡന്റിനെ ഉണ്ടാക്കിയോളൂ ഞാനാ. അന്ന് 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലേറ്റേ പഠിക്കണത്. അപ്പോൾ ഈ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇംഗ്ലാവ് എഴുതി ഇംഗ്ലാവ് വിളിച്ചോള് ഞാനാ. ഒരു മുന്നണി രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയില്ലാത്തതിനാലാണ് സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനിച്ചത്. സ്വതന്ത്ര ചിഹ്നമായി മൊബൈൽ ഫോൺ വേണമെന്നാണ് ചക്കിയമ്മയുടെ ആവശ്യം. വിജയത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ബാക്കിയെല്ലാം വാർഡിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെയെന്നും ചിരിയോടെ അവർ പ്രതികരിച്ചു. ഞാൻ എനിക്ക് കഴിയണ അത്ര സഹായം ചെയ്യും. CCN പെരിന്തൽമണ്ണ. അസാധ്യമെന്ന് കരുതി ഉപേക്ഷിച്ച പല വൻകിട പദ്ധതികളും പൂർത്തിയാക്കിയത് പിണറായി വിജയൻ നേതൃത്വം നൽകിയ ഇടതുപക്ഷ സർക്കാരാണെന്ന് MLA KT ജലീൽ. LDF ഏലംകുളം പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ തന്ന സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ. 500 രൂപ ആർക്ക് വേണം എന്ന് ചോദിക്കണം. ആ കരുത്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതാണ് അവരുടെ സ്വത്വബോധം എന്ന് പറയുന്നത്. അതാണ് അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഏലംകുളം സഖാവ് EMSന്റെ നാടാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, പൊതു തെരഞ്ഞെടുപ്പിൽ നമുക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. പിന്നീട് നമ്മൾ തിരിച്ചു പിടിച്ചു, ഒരു ബൈ ഇലക്ഷനെ തുടർന്നു. അങ്ങനെ ഒരു അബദ്ധം ഇനി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. സഖാവ് EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ ചേരിയുടെ ശക്തനായിട്ടുള്ള വക്താവുമായിരുന്നു. അദ്ദേഹത്തിന് ജന്മം നൽകിയ നാട് ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയാണെന്ന് തെളിയിക്കാൻ വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്
ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏലംകുളത്ത് നിന്ന് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി. CPI ജില്ലാ കമ്മിറ്റി അംഗം MA അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി മുഖ്യാതിഥിയായി. ഏലംകുളം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായുള്ള 501 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. MA അജയ്കുമാർ ചെയർമാനായും S ശ്രീരാജ് കൺവീനറായും M സോമസുന്ദരൻ ട്രഷററായും നിശ്ചയിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരുമയുടെ പെരുമയോടെ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസത്തെ സമ്പന്നമാക്കി മാപ്പിളക്കലകൾ. നിറഞ്ഞു കവിഞ്ഞ സദസ് ഒപ്പന മത്സരത്തെ കരഘോഷത്തോടെയാണ് വരവേറ്റത്. കോൽക്കളിയും വട്ടപ്പാട്ടും ഗസലും മികച്ചതായി. ഗോത്രകലകളും മികവ് പുലർത്തി. കല്ലടിക്കോട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ ദുരിതത്തിലായി കർഷകർ. 3 ഏക്കർ തുടിക്കോട് മണലി ഭാഗങ്ങളിലാണ് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്. വാഴ, തെങ്ങ്, കവുങ്ങ് എന്നിവ ഉൾപ്പെടെയുള്ള വിളകളാണ് ദിവസേന നശിപ്പിക്കപ്പെടുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുമ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ നിന്നും കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി മത്സരരംഗത്തേക്ക് 76 വയസ്സുള്ള ചക്കിയമ്മയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.